അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 6ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഈ പാഠം അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവും ആടിനെ മേയ്ക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ഈ പാഠഭാഗം. അദ്ദർസു സാദിസ്, 6ാമത്തെ പാഠം. അല്ലാഹു യഅരിഫ്, അല്ലാഹു അറിയും. കാന ഉമർ റളിയല്ലാഹു അൻഹു നായിമൻ തഹ്ത ഷജറത്തിൻ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്നു. സമിഅ സൗത ഷിയാഹിൻ, അപ്പോൾ ഒരു ആട്ടിൻ കൂട്ടത്തിന്റെ ശബ്ദം കേട്ടു. ഫസ്തൈഖള ഫറഅ ഖതീഅൻ മിൻ ഷിയാഹിൻ വഗുലാമൻ. ഉണർന്നു നോക്കിയപ്പോൾ ആട്ടിൻ കൂട്ടത്തെയും അതിനെ മേയ്ക്കുന്ന ഒരു കുട്ടിയെയും കണ്ടു. ദഅ ഉമർ റളിയല്ലാഹു അൻഹു അൽ-ഗുലാമ വഖാല ഹൽ തബീഉനി ഷാത്തൻ. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചു, ഒരു ആടിനെ എനിക്ക് വിൽക്കുമോ? അൽ-ഗുലാം, കുട്ടി പറഞ്ഞു, ലാ ഹാദാ ലി സയ്യിദി, ഇല്ല, ഇത് എൻ്റെ ഉടമസ്ഥേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബിഅവാഹിദൻ വഹുവ ലാ യഅരിഫ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഒന്നിനെ വിൽക്കൂ, ഉടമസ്ഥൻ അറിയില്ല. അൽ ഗുലാം, ആ കുട്ടി പറഞ്ഞു, അല്ലാഹു യഅരിഫു, അല്ലാഹു അറിയും. ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാ, ആ കുട്ടി പറഞ്ഞത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് അൽഹംദുലില്ലാ. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖറഉ വനഫഹം. ഇവിടെ കൊടുത്തിരിക്കുന്ന അറബി പദങ്ങളുടെ അർത്ഥം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. കാന നായിമ, ഉറങ്ങുകയായിരുന്നു. ഇസ്തൈഖള, ഉണർന്നു. തഹ്ത, താഴെ. ഷജറത്തുൻ, മരം. റഅ, കണ്ടു. ഖതീഉൻ, കൂട്ടം. ഷാത്തുൻ, ആട്. ഗുലാമുൻ, അടിമ അല്ലെങ്കിൽ കുട്ടി. ഷിയാഹുൻ, ആടുകൾ. ഖാല, ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. ദഅ, വിളിച്ചു. ഹൽ തബീഉ, നീ വിൽക്കുമോ? ലാ, ഇല്ല. സയ്യിദ്, യജമാനൻ. ബിഅ, വിൽക്കൂ. ലാ യഅരിഫു, അറിയില്ല. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്, നമുക്ക് ഉത്തരം കണ്ടെത്താം. മാസാ റഅ ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരത്തിൽ റഅ ഡാഷ് എന്ന് മാത്രം കൊടുത്തിരിക്കുന്നു. ആ വരിയിൽ നാം എന്താണ് പൂരിപ്പിക്കേണ്ടത്? ഖതീഅൻ മിൻ ഷിയാഹിൻ വഗുലാമൻ. അപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാം. റഅ ഖതീഅൻ മിൻ ഷിയാഹിൻ വഗുലാമൻ. മാദാ സമിഅ ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരത്തിൽ സമിഅ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സൗത ഷിയാഹിൻ. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. സമിഅ സൗത ഷിയാഹിൻ. അടുത്തത് മാദാ ഖാല ഉമർ റളിയല്ലാഹു അൻഹു ലിൽ ഗുലാം. ഉത്തരത്തിൽ ഖാല ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹൽ തബീഉനി ഷാത്തൻ.
നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. ഖാല ഹൽ തബീഉനി ഷാത്തൻ. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം യക്തുബു കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ബാക്കിയുള്ളത് എഴുതണം. തഹത ഷജറത്തിൻ. ഈ ബ്രാക്കറ്റിൽ നോക്കൂ. താവില, അസ്സമാ, അൽ അർള്, അസ്സരീർ. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളെല്ലാം തഹത്ത എന്ന വാക്കിനോട് ചേർത്ത് എഴുതണം. തഹത്ത താവില, തഹത്ത സമാഇ, തഹത്ത അൽ അർളി, തഹത്ത സരീർ. അടുത്തത് അബുൻ, ഉമ്മുൻ, അഖുൻ, അഖുത്തുൻ. ഇവിടെ ഉദാഹരണത്തിൽ ഹാസാലി സയ്യിദി എന്ന് കൊടുത്തിരിക്കുന്നു. ഈ കൊടുത്തിരിക്കുന്ന വാക്കുകളെല്ലാം ഹാസാലി എന്ന് ചേർത്ത് എഴുതണം. ഹാസാലി അബി, ഹാസാലി ഉമ്മി, ഹാസാലി അഖി, ഹാസാലി ഉഖ്തി. അടുത്ത പ്രവർത്തനം ഹുവ യഅരിഫു വഹുവ ലാ യഅരിഫു. പുറത്തെല്ലാം ഹുവ യദ്ഹബു, ഹുവ യജ്ലിസു, ഹുവ യഗ്തസിലു എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ വഹുവ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. മുമ്പ് കണ്ട ഉദാഹരണത്തിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എടുത്ത് എഴുതണം. ഹുവ യദ്ഹബു വഹുവ ലാ യദ്ഹബു, ഹുവ യജ്ലിസു വഹുവ ലാ യജ്ലിസു, ഹുവ യഗ്തസിലു വഹുവ ലാ യഗ്തസിലു. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.